ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടയിലെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശ് പുറകെ വന്നിട്ട് ഒരു താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് നയനയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. എന്തിനാ നീ ഇത്രമാത്രം ഹാപ്പി ആവുന്നത്? അല്ല, എൻ്റെ മുഖത്ത് നോക്കി എനിക്കൊരു താങ്ക്സ് തന്നില്ലേ, അതുകൊണ്ടാണ് ഇന്നാളെ അമ്മായിയമ്മയും ഇതുപോലെ എനിക്കൊരു താങ്ക്സ് തന്നില്ലേ, ആ ഒരു താങ്ക്സ് കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടാണ് എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല കേട്ടോ എന്നിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാ താങ്ക്സ്, അത് കൂടെ കേൾക്കട്ടെ. നീ കാരണമല്ലേ നമ്മുടെ അനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ടായതും അവൻ്റെ ഈ കവിത മാഗസിനിൽ അച്ചടിച്ച് വന്നതും അവനെ നീ പ്രശസ്തിയാക്കിയതൊക്കെ അതിനുള്ളതാണെന്ന് വെച്ചോ. എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ അവർ. അപ്പോൾ പിന്നെ നാളെ എന്തായാലും പുതിയ ക്ലയൻറ്റ് വരുന്നുണ്ട്. അവർക്ക് നമ്മുടെ പുതിയ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ നയന വരച്ച ആ ഡിസൈൻ കാണിക്കാൻ കേട്ടോ ആദർശിന്. പക്ഷേ ആദർശ് അതിൽ അത്ര തൃപ്തനാവുന്നില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഇത് നല്ല ഡിസൈനാണ്. അവർ ചോദിച്ചത് എലഗൻ്റായിട്ടും സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക് ഇതാണല്ലോ, അതൊക്കെ ശരി തന്നെ. പക്ഷേ നീ കഴിഞ്ഞ വരച്ചത് ഇതിലും നല്ലതായിരുന്നു. പക്ഷേ ഇത് എനിക്ക് അത്ര പെർഫെക്റ്റ് ആവുന്നില്ല. ഇതെന്തായാലും കാണിക്കണ്ട, നീ കയ്യിൽ തന്നെ വെച്ചോ. ഞാൻ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് അബിയോട് പറഞ്ഞിട്ടുണ്ട്. അബിയാണ് ഇത് ഏറ്റിരിക്കുന്നത്, കൂടെ പവിത്രയും ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കിനും നയന പറഞ്ഞു, അബിയെ ഏൽപ്പിച്ചാൽ ശരിയാവുമെന്നാണോ? എന്തായാലും നോക്കാം, അവനും അവൻ്റെ കഴിവ് തെളിയിക്കട്ടെ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നവ്യയ്ക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം നവ്യയെ നയനയ്ക്ക് എത്രയൊക്കെ ചെയ്താലും നയനയ്ക്കൊരു അംഗീകാരം കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് വിഷമം. അത് ആദർശ് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നിന്നെ അംഗീകരിക്കത്തില്ലായിരിക്കും, നിനക്കൊരു വിഷമമല്ലേ എന്നിങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും ഓഫീസിൽ നയനയും കൂട്ടി ചെല്ലുവാണ് ആദർശ്. അപ്പോൾ അവിടെ രണ്ടുപേരോട്ട് പ്ലാൻ ചെയ്യിക്കണം. ആ ബിയും പവിത്രയും കൂടെ പ്ലാൻ ചെയ്തിരിക്കുക, നമ്മുടെ ഡിസൈൻ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും, ഇത് അവർക്ക് കൊണ്ട് എങ്ങനെയെങ്കിലും എടുത്താൽ മതിയായിരുന്നു, എന്നാൽ മാത്രമേ ഇനി ഇതിൽ നിന്ന് ഒരു രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്നെ ഒരു ഇവിടുത്തെ ഒരു ശമ്പളക്കാരനാക്കിയത് പോലും ആ നയനയാണ്. അത് എനിക്കതിൽ നിന്ന് മാറിക്കിട്ടണം എങ്ങനെയെങ്കിലും എന്തൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ പവിത്രയും പറയുന്നുണ്ട്, അവർ ഞാൻ വിചാരിച്ചത് പോലെയല്ല, ഒരു ക്രൂക്കഡ് ലുക്കാണ്, ഇതാണ് കേട്ടോ സ്വഭാവം. എന്ത് പറ്റി? അല്ല, അവർ എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞ് പടങ്ങളെല്ലാം വരച്ച് തന്നിട്ട് അവസാനം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അവരാണ് ഇതെല്ലാം വരപ്പിച്ചതെന്ന്. അത്രയ്ക്ക് ബുദ്ധിയാണ് അവർക്ക്. നീ വിചാരിച്ചതുപോലെയല്ല, അവൾ ആൾ ഭയങ്കര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആദർശം നയനയും കൂടെ നേരെ ഓഫീസിലേക്ക് വരും കേട്ടോ. അങ്ങനെ ആദർശം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരച്ച ഡിസൈൻ എന്ത് ചെയ്യുന്നത്? അങ്ങനെ അബിയും പവിത്രയും കൂടെ ചെയ്ത ഡിസൈൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദർശന് അത് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിക്കും പവിത്രയ്ക്കും നല്ല സന്തോഷമാവുന്നു. അങ്ങനെ നമ്മുടെ നയന വരച്ച ഡിസൈൻസ് അവരെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതത്ര അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല, ഇതൊരു ഓൾഡ് ലുക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊഴിയാണ് അബി. അപ്പോൾ അബിയോട് ആദർശ് പറഞ്ഞു, നീ അങ്ങനെ അവളെ കളിയാക്കൊന്നും വേണ്ട, ഇതിനു മുമ്പും നമ്മളെ പല ക്ലയൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നയനയാണ്, അതുകൊണ്ട് അങ്ങനെ കളിയാക്കരുത് എന്നിങ്ങനെ പറയാൻ. എന്നിട്ട് നയനയ്ക്കൊരു ചെറിയൊരു അംഗീകാരമൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് പറയുകയാണ്, ക്ലയൻറ്റ് വന്നിട്ടുണ്ടെന്ന്. ശരിയെന്ന് പറഞ്ഞിട്ട് നേരെ അവർ സംസാരിക്കാനായിട്ട് അകത്ത് കേട്ടോ. ചെല്ലുമ്പോഴത്തേക്കിനും ആദ്യം അബി ചെയ്ത ഡിസൈൻസാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും അവർക്ക് അത്ര ബോധിക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ, സിമ്പിളായിരിക്കണം, കുറച്ച് എലഗൻറ്റ് ലുക്കായിരിക്കണമെന്ന്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് അത്രയ്ക്ക് ബോധിക്കുന്നില്ല. എന്തായാലും നമ്മളിത് എടുക്കാൻ തീരുമാനിക്കുന്നില്ല, വേറൊരു ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ണ്ട്. ഇനി അത് കൂടെ നോക്കട്ടെ, അതും കൂടെ നോക്കിയിട്ട് അതാണ് നല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ആദർശ് പറയാണ്, അയ്യോ അങ്ങനെ പറയല്ലേ, നമുക്ക് ആദ്യമായിട്ടാണ് ഇതുപോലൊരു എഗ്രിമെൻറ്റ് മിസ്സായി പോകുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നയന കയറി ഇടപെടുക കേട്ടോ. സാർ എൻ്റെ കയ്യിൽ കുറച്ച് ഡിസൈൻസ് ഉണ്ട്, അതൊന്ന് നോക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും, നീ ഒന്നും മിണ്ടാതിരിക്കാവൊന്നും കാണിക്കണ്ട. ഇല്ല കാണിക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഡിസൈൻസ് കാണിക്കാൻ കേട്ടോ. അത് കണ്ട മാത്രമല്ല അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഇത്രയും നല്ല ഡിസൈൻസ് കയ്യിൽ വെച്ചിട്ടാണോ ഞങ്ങളെ കാണിക്കാത്തതെന്ന് ചോദിക്കുക കേട്ടോ. ഉടനെ അബിക്കും പവിത്രയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അബിയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ, നാണം കിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ആദർശിൻ്റെ മുഖം ഒന്ന് കാണണം കേട്ടോ. നല്ല സന്തോഷമായിരുന്നു. വീണ്ടും നയന ആദർശിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നാണക്കേടിൽ നിന്നും. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ പുറത്ത് വന്നിരുന്നിട്ട് ആ ദേഷ്യം എല്ലാം കൂടെ അബി നേരെ പവിത്രയുടെ മേളിലാണ് തീർക്കുന്നത്. നീ കുറച്ചുകൂടി നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെ കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, സാർ ഇതിനെ എന്നോട് ദേഷ്യപ്പെടുന്നത്, സാറ് പറഞ്ഞ രീതിക്കല്ലേ ഞാൻ ചെയ്തത്. പിന്നെ നയന ഇപ്പോൾ അത് കാണിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലല്ലോ, ഇതിപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുത്ത സ്ഥിതിക്ക് എന്തായാലും അതെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ആദർശ് പറഞ്ഞല്ലോ നമ്മുടെ ഡിസൈൻ നല്ലതാണെന്നുള്ളത്, അവർക്ക് പിടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന. സാറ് വിഷമിക്കാൻ, നമുക്ക് ഇനി അവസരം വരും. അതല്ലെന്ന് നിനക്കറിയുന്നുണ്ടോ ഇവളുടെ സ്വഭാവം. ഇനി ഒരു അവസരം വന്ന് നമ്മൾ അതിൽ വിജയിക്കാൻ നോക്കിയാൽ അവൾ അതിനെ മറിച്ചിടും, അതാണ് അവളുടെ സ്വഭാവം. എന്തായാലും വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ എന്നിങ്ങനെ അവി ദേഷ്യത്തിൽ ഇങ്ങനെ പറയട്ടോ. പാവം പിടിച്ച
നമ്മുടെ നന്ദുവിൻ്റെ വീട്, നയനയുടെയും നവ്യയുടെയും നന്ദുവും താമസിക്കുന്ന വീടുണ്ടല്ലോ, അത് ഗോവിന്ദ് വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. നോക്കുമ്പോഴത്തേക്കും വിൽക്കാനായിട്ട് അളക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്ന് വീടും പുരടൊക്കെ അളക്കുക കേട്ടോ. അത് കണ്ടുകൊണ്ട് നന്ദുവും കനികയും കൂടെ ഓടി വന്ന്, എന്തിനാ ഗോവിന്ദേട്ടാ ഇങ്ങനെ ചെയ്തത്, ഇതെന്താ കാര്യം എന്ന് പറയുമ്പോൾ, കടം തീർക്കാൻ എനിക്ക് വേറെ വഴിയില്ലഞ്ഞിട്ടാ, മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കുന്നതിലും ഭേദമല്ലേ നമുക്കിത് വിറ്റിട്ട് കടം തീർത്ത് നമുക്കൊരു ചെറിയ വീട് പോരെ അത് വാങ്ങാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെയല്ല ഗോവിന്ദേട്ടാ, എന്നെ കല്യാണം കഴിച്ചിട്ടൊന്നും വീട്ടിലെ നമ്മൾ മക്കളൊക്കെ വളർന്ന് വലുതായ ഒരു വീടല്ലേ, ഇതെങ്ങനെ വിൽക്കാൻ തോന്നുന്നു, എടി നമുക്ക് അഭിമാനമല്ലേ വലുത് എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്ന അമ്മയും നന്ദുവിനെയും കനികയും കൂടെ സമാധാനിപ്പിക്കുന്നതാണ് ഗോവിന്ദ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.